ഹോം വോട്ടിങ്ങിനിടെ കോഴിക്കോട് പെരുവയലിൽ ആളുമാറി വോട്ട് ചെയ്ത സംഭവത്തിൽ 4 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ ജില്ലാ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഉത്തരവിട്ടു. പ്രസ്തുത വിഷയത്തിൽ ഉൾപ്പെട്ട 4 ഉദ്യോഗസ്ഥർക്കെതിരെയും കേസെടുക്കാൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ഇപ്പോൾ ഈ വിഷയത്തിൽ വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, ഹോം വോട്ടിങ്ങിനിടെ കോഴിക്കോട് പെരുവയലിലും ആളുമാറി വോട്ട് ചെയ്തൊരു സംഭവം റിപ്പോർട്ട് ചെയ്തു. ഇതിൽ 4 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ? ഹരിത, തീർച്ചയായും ഹോം വോട്ടിങ്ങിനിടെ വ്യാപകമായ ക്രമക്കേടുകളാണ് സംസ്ഥാനത്ത് പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇന്നലെ കല്യാശ്ശേരിയിൽ ഒരു വയോധികയുടെ കള്ള വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേസമയം തന്നെ ഇന്നിപ്പോൾ കോഴിക്കോട് ജില്ലയിലെ പെരുവയലിൽ ഹോം വോട്ടിങ്ങിനിടെ ആള് മാറി വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പെരുവയലിലെ 84-ാം ബൂത്തിലെ വോട്ടറായ 91-കാരി ജാനകിയമ്മ പായമ്പ്രത്തിന്റെ വോട്ടായിരുന്നു മറ്റൊരു വോട്ടറായ 80-കാരി ജാനകിയമ്മ കൊടശ്ശേരി ചെയ്യാൻ ഇടയാകുന്ന ഒരു സംഭവം നടന്നത്. ഈ സംഭവത്തിലാണ് ഉദ്യോഗസ്ഥർക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. ഹോം വോട്ടിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സ്പെഷ്യൽ പോളിംഗ് ഓഫീസർ, മൈക്രോ ഒബ്സർവർ, ബൂത്ത് ലെവൽ ഓഫീസർ എന്നിവരെയാണ് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് സസ്പെൻഡ് ചെയ്തത്. ജനപ്രാതിനിധ്യ നിയമം 134 വകുപ്പ് പ്രകാരമാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് LDFന്റെ ബൂത്ത് ലെവൽ ഏജന്റ് നേരത്തെ തന്നെ പരാതി നൽകിയിരുന്നു. അതിനു പുറമെയാണ് മാധ്യമ വാർത്തകളും ഉണ്ടായിരുന്നു. കൂടാതെ മേൽ ഉപവരണാധികാരി നൽകിയ റിപ്പോർട്ടുണ്ടായിരുന്നു. അതിനു പുറമെ തന്നെ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ കളക്ടർ തന്നെ നേരിട്ട് അന്വേഷണം നടത്തുകയും ചെയ്തു. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 4 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഹരിത, ശരി. ഹോം വോട്ടിങ്ങിനിടെ കോഴിക്കോട് പെരുവയലിലും ആളുമാറി വോട്ട് ചെയ്ത സംഭവത്തിൽ 4 ഉദ്യോഗസ്ഥരെ കൂടി സസ്പെൻഡ് ചെയ്യാൻ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഉത്തരവിട്ടിരിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു റിയാസ് KMR.